ഇന്ന് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ഒരു MES 7 എന്ന ഒരു സംഘടന ഈ അടുത്ത കാലത്ത് രൂപപ്പെട്ടിരിക്കുകയാണ്. അത് ഒരു വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. കാര്യം അതിൻ്റെ സംഘാടകർ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് അതൊരു തീവ്രവാദി സംഘടന ആണെന്നാണ് ഇന്ന് പലരുടെയും അഭിപ്രായങ്ങൾ. അപ്പോൾ യോഗയാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പം അവർ പറയുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഈ യോഗയിൽ പങ്കെടുക്കുന്നുണ്ട്. ആരോഗ്യ പരിപാലന സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് ആർക്കും അതിൽ പങ്കെടുക്കാം. ഇതൊരു ആരോഗ്യ പരിപാലനമാണ് എന്ന് പറഞ്ഞാണ് ഈ സംഘടന തുടങ്ങിയിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു തീവ്രവാദ സംഘടന തന്നെയാണ് എന്നാണ് അഭിപ്രായം. തുടക്കം എല്ലാവരും ഡ്രില്ലും യോഗയും കൊണ്ടൊക്കെയാണ് തുടങ്ങുന്നത് നമുക്കറിയാം. ഇപ്പം വാളും അല്ലെങ്കിൽ തോക്കുകൊണ്ടൊന്നും ആദ്യം ഇറങ്ങി പരിശീലനം നടത്തത്തില്ല. തുടക്കം ഈ രീതിയിലാണ്. യോഗയിലൂടെ ഡ്രില്ലിലൂടെയൊക്കെയാണ് ആദ്യം തുടക്കം ഉണ്ടാകുന്നത്. പിന്നീടാണ് അതിൻ്റെ യഥാർത്ഥ രൂപം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇത് മാത്രമല്ല, ഈ സംഘടന മാത്രമല്ല, വേറെ സംഘടനകൾ മുമ്പ് ഇവിടെ ഉണ്ട്, നിലവിലുണ്ട്. അവർ ഈ പറയുന്ന പോലെ ഡ്രില്ലാണ് അവരുടെ ആരംഭം. കൊച്ചുകുട്ടികളെ ഡ്രില്ല് പഠിപ്പിക്കുക പരസ്യമായിട്ട്. പിന്നെ ചില കളികൾ, കബഡി മത്സരം, ഇങ്ങനെയുള്ള മത്സരങ്ങളും ഡ്രില്ലുകളുമാണ് ആദ്യം. അവിടെ യോഗയുണ്ട്. തുടക്കം അവിടെയാണ്. പിന്നീടാണ് അവരുടെ നിറം മാറുന്നത്. പിന്നീടുള്ള സമയങ്ങളിൽ ആയുധ പരിശീലനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവരും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ തുടക്കമാണ്. ഇപ്പോൾ തുടക്കം എന്ന് പറഞ്ഞാൽ യോഗയാണ് തുടക്കം. അത് തീവ്രവാദമല്ല എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ തന്നെയും തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ യോഗയും ഡ്രില്ലും ഒക്കെ ആയിട്ടാണ് തുടങ്ങുന്നത്. പിന്നീട് അതിനൊരു മാറ്റം ഉണ്ടാകുന്നു. ഇവിടെ മുസ്ലിം സമുദായം തുടങ്ങിയതുകൊണ്ട് അത് തീവ്രവാദ സംഘടനയാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ചിലപ്പോൾ ആയിരിക്കാം. കാരണം അവരങ്ങനെ സംഘടിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ യോഗ നടത്തി യൂണിറ്റുകൾ ഉണ്ടാക്കുന്നതും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയായിരിക്കാം അവരത് ചെയ്യുന്നത്. അതിനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെയുള്ള വർഗീയ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ ഇന്ത്യയിൽ ഇപ്പോഴും നിലവിലുണ്ട്. പല രീതിയിലും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ഭാഗമാണ് ഇപ്പം ഈ പറയുന്ന ഈ സംഘടന. ഈ സംഘടനയും തുടക്കം അതായിരിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ വേറൊരു കാര്യം, ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഇതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അദ്ദേഹമാണിപ്പോൾ പത്രപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. വേറെ ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇത് തീവ്രവാദ സംഘടനയല്ല, ഇതാർക്കും ഇവിടെ വരാം. ഇതാണ് നിങ്ങൾ കണ്ടില്ലേ, ആയുധങ്ങളുണ്ടോ അല്ലെങ്കിൽ തോക്കുണ്ടോ, ഒന്നുമില്ല. പ്രായമുള്ളവർക്കും പ്രായമില്ലാത്തവർക്കും സ്ത്രീകൾക്കും എല്ലാം വന്ന് ഈ യോഗയിൽ പങ്കെടുക്കാം. ഇതെങ്ങനെ തീവ്രവാദമാകുന്നു എന്ന് അദ്ദേഹം ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രസ്ഥാനത്ത്
യൂത്ത് കോൺഗ്രസ്സുകാരനാണ് നുഴഞ്ഞു കയറി ഈ പ്രസ്താവനകൾ ഇറക്കുന്നത്. എന്നാൽ ഇതിൻ്റെ സംഘാടകരൊന്നും മുന്നോട്ട് ഇതുവരെ ശരിയായ രീതി വന്നിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം അത് ഏറ്റെടുത്തുകൊണ്ട് പരസ്യമായിട്ട് പത്രക്കാരെ വിളിച്ചു കൂട്ടി ഇദ്ദേഹം അതിനെക്കുറിച്ച് വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരെ നമ്മൾ തെറ്റു പറയാനൊക്കത്തില്ല. അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കണമല്ലോ, അല്ലേ? അവരും ജീവിക്കേണ്ടവരാണ്. ജനിച്ചു വളർന്ന രാജ്യത്ത് അവരും ജീവിക്കേണ്ടതാണ്. ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ CPM എടുത്താൽ അവരും ഇപ്പോൾ റെഡ് വാളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു സേനയെ അവരുണ്ടാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അവർ ഇങ്ങനൊരു സേന ഉണ്ടാക്കിയത്? അപ്പം വർഗീയ ശക്തികളെ എതിർക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള സേനകളും സംഘടനകളും ഇറങ്ങുന്നത്. അപ്പം ആർക്കും ആരെയും കുറ്റപ്പെടുത്തുവാൻ കഴിയത്തില്ല. അവരെന്തുകൊണ്ടൊരു റെഡ് വാളണ്ടിയേഴ്സിനെ ഇറക്കി? എന്തിനു വേണ്ടിയാണ്? അപ്പം അവരുടെ ലക്ഷ്യം അതാണ്. അപ്പം അതും തീവ്രവാദം അല്ലേ എന്ന് നമുക്ക് പറയാം. ഇപ്പം അവർ അതൊക്കെ മാറ്റി വെച്ചിട്ട് മറ്റുള്ളതെല്ലാം ആരെങ്കിലും ഡ്രില്ല് നടത്തിയാലോ അല്ലെങ്കിൽ യോഗ പരിശീലനം നടത്തിയാലും അവർ പറയുന്ന തീവ്രവാദമാണ്. പക്ഷെ അവരിലും ഈ സംഘടന ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ പാർട്ടിയിലും ഇങ്ങനെയുള്ള തീവ്രമായ പ്രസ്ഥാനങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ മുസ്ലിങ്ങൾ അങ്ങനൊരു സംഘടന ഉണ്ടാക്കിയതിൽ നമുക്ക് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് അവരുടെ ആവശ്യമാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഒരു കൂട്ടർക്ക് മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും, എല്ലാ വിഭാഗത്തിനും സ്വാതന്ത്ര്യമുണ്ട്. പ്രവർത്തിക്കുവാനുള്ള അവകാശം അവർക്കുണ്ട്. അപ്പം അവരെ മാറ്റി നിർത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. അവർ തീവ്രവാദികളാണെന്നും തീവ്രവാദമാണ് ഇതിൻ്റെ ലക്ഷ്യമെന്നും പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്തുകൊണ്ട് ഈ സംഘടനകളൊക്കെ നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരുന്നു? നമ്മളത് പഠിക്കണം, മനസ്സിലാക്കണം. ഇത് പണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അടുത്ത കാലം മുതലല്ലേ ഇതൊക്കെ സംഘടനകൾ ഉയർന്നു വരുന്നത്. എന്തുകൊണ്ട്? ഇതൊക്കെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളാണ്. പ്രതിരോധിക്കാനുള്ള ചില മാർഗങ്ങളും ചില സംഘടനകൾ ഉണ്ടാക്കുന്ന രീതികളാണ് ഇതൊക്കെ. അപ്പോൾ അവരെ അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് വിദേശ ഇപ്പം നടക്കുന്ന യുദ്ധം, യഹൂദന്മാരും അവിടുത്തെ ഹമാസുമായിട്ടുള്ള യുദ്ധം, അവിടെ നമുക്കറിയാം ആ രാജ്യത്ത് ഒരു ചെറിയ കൂട്ടം ജനത്തെ അവിടെ താമസിപ്പിക്കാൻ അനുവദിക്കത്തില്ല. അവരെ അവിടുന്ന് പറിച്ച് കളയണം, നശിപ്പിക്കണം എന്നുള്ള ചിന്താഗതിയിൽ അയൽ രാജ്യങ്ങളൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് അവരെ എതിർക്കുന്നു. അവർ സർവ്വശക്തിയും ഉപയോഗിച്ച് അതിനെ നേരിടും. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പം സ്വയം എല്ലാവർക്കും ജീവിക്കണം. അവർ ജനിച്ചു വളർന്ന സ്ഥലത്ത് എല്ലാവർക്കും ജീവിക്കണം. ഇന്ത്യയിലായാലും ഇസ്രയേലായാലും പാലസ്തീനിലായാലും ജനിച്ചു വളർന്നിടത്ത് അവർക്ക് ജീവിക്കണം. അവരെ ഇല്ലാതാക്കാം എന്ന് വിചാരിക്കുന്നത് തെറ്റായൊരു നടപടിയാണ്. അപ്പോൾ അതിനെ ശക്തമായി അവർ നേരിടും. അതാണ് ഇന്ന് അവിടെ പാലസ്തീൻ കണ്ടുവരുന്നത്. അപ്പം ഇവിടെ ഇന്ത്യയിലും അത് തന്നെയാണ്. ഒരു സമുദായത്തിന് ഇവിടെ ജീവിക്കണം. അവരെ ഇല്ലായ്മ ചെയ്യുവാനോ അവരെ ഓടിക്കുവാനോ ഒന്നും പറ്റുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു കാലമുണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടിയാണ് അവർ ഈ സംഘടനകളൊക്കെ ഉണ്ടാക്കുന്നത്. അവരുടെ വഴിക്ക് പോയിക്കോട്ടെ, നമ്മളെന്തിനാ അതിനെ കുറ്റപ്പെടുത്തുന്നത്? അപ്പം അത് വേണ്ടാന്ന് പറയുന്നവർ ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള സംഘടനകളൊന്നും വേണ്ട എന്ന് വെക്കണം. ഭരണകർത്താക്കൾ അത് ചെയ്യണം. ഇങ്ങനെയുള്ള സംഘടനകളൊന്നും രാജ്യത്ത് വേണ്ട എന്ന് പറയാൻ തയ്യാറാണ്. ഇല്ലായ്മ ചെയ്യണം, നിരോധിക്കണം. ഒരു സംഘടനയും വേണ്ട. അത് ചെയ്യുവാൻ തയ്യാറാണ് ഇവിടുത്തെ ഭരിക്കുന്നവർ. അതാണ് നമുക്ക് ആവശ്യം. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ
സെവൻ എന്താണ് M7? അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. അല്ലെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയണം M7 എന്താണ്. അതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാണ്. അദ്ദേഹം പറഞ്ഞല്ലോ ഡ്രില്ല് നടത്തുകയാണ്, യോഗയാണ്, വേറൊരു ഉദ്ദേശം ഇതിനില്ല എന്ന് പറയുമ്പോൾ എന്താണ് M7? നമുക്കറിയാം, പാലസ്തീനിൽ ഒരു 4 വയസ്സ് നടക്കാൻ പ്രായമായി കഴിഞ്ഞാൽ AK-47 തോക്കെടുത്ത് കൈ കൊടുക്കും. ഇതുങ്ങൾക്ക് ഈ തൂക്കിയെടുത്ത് നടക്കാൻ പോലും കഴിയത്തില്ല. എങ്കിലും ഈ തോക്ക് അവിടെ കഴുത്തിൽ തൂക്കിയിടും. നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ടി വിയിലൂടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കൊച്ചു കുട്ടികളെ AK-47 കൊടുത്ത് അവർ പരേഡ് നടത്തുക നമ്മൾ കാണുന്നുണ്ട്. അപ്പം 7 എന്താണ്? AK-47 എന്താണ്? എനിക്ക് തോന്നുന്നത് ഹമാസ് എന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കാം M7 ആക്കിയത്. അപ്പോൾ 7 എന്ന് പറയുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയണം എന്താണ് 7, എന്താണ് M. അപ്പോൾ ഇത് ഒന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ നല്ലതാണ്. ഒരുപക്ഷെ ഹമാസിൻ്റെ ഒരു ഗ്രൂപ്പാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളെ അതിനെ നഗർഷത എതിർക്കുമൊന്നുമല്ല. ആർക്കും, ഞാൻ മുമ്പേ പറഞ്ഞോളൂ, ആർക്കും സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യയിൽ. ഏത് സംഘടനയിൽ പ്രവർത്തിക്കാനും ഉണ്ടാക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. അതൊരു വിഭാഗത്തിന് മാത്രമുള്ളതൊന്നുമല്ല. ആരുടെയും ഇത് കുത്തകയൊന്നുമല്ല. അവർ ഇന്ത്യക്കാരാണ്. അവർക്ക് എന്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവരെ ഇല്ലായ്മ ചെയ്യുവാൻ, അവരെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർ ശക്തി പ്രാപിക്കുന്നു. ചില പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി അവരെ അതിനെ നേരിടുന്നു. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ അതിന് വേറെ വ്യാഖ്യാനമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ M-ഉം ഈ 7-ഉം എന്താണ്? അതാണ് നമ്മൾ വ്യക്തമാക്കേണ്ടത്. കഴിഞ്ഞ നാളുകളിൽ, ഏകദേശം 2 വർഷമായെന്ന് തോന്നുന്നു, കോഴിക്കോട് ഒരു റാലി, ഒരു പ്രതിഷേധം നടത്തി. ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് ഏകദേശം 2 ലക്ഷം ആൾക്കാർ പങ്കെടുത്ത ഒരു മീറ്റിംഗ് നമ്മൾ കാണുവാനിടവന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഈ യോഗ സംഘടിപ്പിച്ചത് എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ നമുക്കുള്ളത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിനെ എതിർക്കുന്നൊന്നുമില്ല. സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഒരു കൂട്ടർക്ക് മാത്രമല്ല. സംഘടിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് ആ വഴിക്ക് പോയിക്കോട്ടെ. അത് നോക്കേണ്ടതും അന്വേഷിക്കേണ്ടതും സർക്കാരാണ്, ഗവൺമെൻറ്റാണ്. അവരതിൻ്റെ വഴിക്ക് പോകട്ടെ. അപ്പോൾ ഞാനീ പറയുന്നത്, എല്ലാ തീവ്രവാദത്തിൻ്റെ ആരംഭം ഇത് തന്നെയാണ്. ഡ്രില്ലും യോഗയും ഒക്കെയാണ് തുടക്കത്തിൽ ഇത് തുടങ്ങുന്നത്. പിന്നീടാണ് അതിൻ്റെ യഥാർത്ഥ രൂപം നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ശക്തികൾ എങ്ങനെയാണ് രംഗപ്രവേശനം ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ആദ്യം മുമ്പേ പറഞ്ഞ പോലെ ഒരു സംഘടനയും ആയുധം എടുത്തുകൊണ്ട് പരിശീലനം തുടക്കത്തിൽ അതൊന്നും ചെയ്യാറില്ല. പിന്നീടാണ് അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതായാലും ഈ M7 പ്രവർത്തനങ്ങൾ ഒക്കെ നമുക്ക് തുടർന്ന് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ബൈ.